പക്ഷേ ഈ ദുരന്തമുഖത്തെ കൊള്ളപ്പലിശക്കാർ മാഷ് പറഞ്ഞെന്ന ടൈറ്റിലും തമ്പുവാണത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഇതിന് ഈ ഒരു ചർച്ചയ്ക്ക് അതിലാപ്റ്റായിട്ടുള്ളൊരു തമ്പില്ലാന്ന് തന്നെ, വാക്കില്ലാന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വയനാട് ദുരന്തമുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴും സ്വകാര്യ ബാങ്കുകൾ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ പണം ഇങ്ങതാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ശല്യപ്പെടുത്തുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്. നിരന്തര ഫോൺ കോളുകളാണ്. അപ്പോൾ ഇപ്പോൾ സർക്കാർ അതിൽ ഇടപെടലുകൾ നടത്തി അവരോട് പറഞ്ഞിട്ട് കേട്ടില്ല എങ്കിൽ കൃത്യമായ നിലപാടുകൾ സർക്കാർ അതിൽ സ്വീകരിക്കുമെന്ന് ഇന്ന് മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് നേരത്തെയും ഇത്തരം സ്വകാര്യ ബാങ്കുകളെയൊക്കെ നമ്മൾ കയറഴിച്ചു വിടുന്ന ഒരു സമീപനം പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദുരന്തമുഖത്തും ഇത്തരം കൊള്ളപ്പലിശക്കാർ ഇവരെ എങ്ങനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്? അവർ സത്യത്തിൽ ദുരന്തമുഖത്തായിട്ട് വന്നതല്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇവരുടെ പങ്ക് വളരെ കൂടുതലാണ്. അതിഭീകരമായ സ്വാധീനം ഇത്തരം ഷൈലോക്കുമാർക്കുണ്ട്. പഴയ ഷൈലോക്ക് കത്തി കൊണ്ടാണ് മുറിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവർക്ക് മുറിക്കാനുള്ള വഴികൾ വേറെ ഒരുപാടുണ്ട്. ഇവർക്ക് പിടിച്ചെടുക്കാനുണ്ട്, ഇവർക്ക് ഭീഷണിപ്പെടുത്താൻ ഗുണ്ടാ സംഘങ്ങളുണ്ട്. നമ്മുടെ സത്യത്തിൽ ഈ കൊള്ളപ്പലിശയുടെ മാഫിയ നമ്മുടെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുമെന്നറിയാം. വീടുകളിൽ മിക്കവാറും വീടുകളിൽ ആണ് ഇവരുടെ ആക്രമണം, ഇവരുടെ ഭീഷണി. അതുകൊണ്ട് എത്ര ആത്മഹത്യകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, കേരളത്തിൽ മാത്രം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഭീഷണിയാണ്. ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്, ഇപ്പോൾ ആംബുലൻസ് വാങ്ങുന്നത് ആംബുലൻസ് കൊണ്ട് ജീവിക്കാനാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ സഹായമാണ്. ഒരു മനുഷ്യൻ്റെ അത്യാസന്ന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രിയിൽ നിന്ന് നിർഭാഗ്യത്തിന് ആ രോഗി എന്നല്ല, ഏത് രോഗി മരണപ്പെട്ടിയാലും ആശുപത്രികളോടനുബന്ധിച്ച് ഒന്നുകിൽ ഉയർന്ന സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് അവസാന നിമിഷം ആസന്ന മരണനായ കിടക്കുന്ന രോഗിയെ രക്ഷപ്പെടുത്താൻ വല്ല വഴിയുമുണ്ടോ എന്ന് ജീവൻ പണയം വെച്ചിട്ട് ഓടുകയാണ്. അടുത്ത കാലത്ത് കണ്ടിരുന്നില്ലേ ചില ആംബുലൻസുകൾ ഈ മസ്തിഷ്ക മരണം സംഭവിച്ച പല രോഗികളും മരിക്കുമ്പോൾ അപകട മരണത്തിൽ പല രോഗികളുടെ അവയവങ്ങളുമായിട്ട് പറന്നു പോവുകയാണ്. എന്നിട്ട് കേരളം മുഴുവൻ നമ്മുടെ കുട്ടികൾ മാറി നിന്ന് കൊടുക്കുക, വളണ്ടിയർമാരായി, സന്നദ്ധ സേവകരായി അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക. അത്തരം പണിയാണ് ആംബുലൻസ്. മണിക്കൂർ അവരുടെയൊക്കെ അത് അതിവേഗത്തിൽ ഓടിയിട്ട് ജീവൻ പണയം വെച്ച് ഓടിയിട്ടാണ് പലപ്പോഴും മറ്റു മനുഷ്യരെ രക്ഷിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു സേവനമാണ് ആംബുലൻസുകൾ ചെയ്യുന്നത്. പക്ഷേ ആംബുലൻസുകൾക്ക് ന്യായമായൊരു ചെറിയ വിഹിതം, ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ജീവൻ രക്ഷപ്പെട്ടാലും ഇനിയിപ്പോൾ മരിച്ചാൽ പോലും അവർ ചെയ്ത സേവനത്തെ ആരും കുറച്ച് കാണില്ലല്ലോ. അപ്പോൾ ഒരു ന്യായമായൊരു വരുമാനം അവർക്ക് കിട്ടും. അതുകൊണ്ട് ജീവിച്ചു പോകും. തീർച്ചയായിട്ടും അവരുടെ കുടുംബം പുലർത്തണമല്ലോ. പക്ഷേ സത്യത്തിൽ അവർ ചെയ്യുന്ന സേവനത്തെക്കാൾ എത്രയോ വലുതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. അതിന് അത്രയേറെ മഹത്തരമാണ് ആ ജോലി. അങ്ങനെയാണ് ഈ ആംബുലൻസുകാർ ജീവിച്ചിരുന്നത്. പക്ഷേ എല്ലാ ആംബുലൻസുകാരും കേട്ടെടുത്ത് വയനാട്ടിൽ ഈ മഴക്കെടുതി കൊണ്ട് മണ്ണിടിച്ചിലുണ്ടായി നൂറുകണക്കിന് മനുഷ്യർ, ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് 400-ലേറെ പേര് മരിച്ചു. ഇനിയും കണ്ടെടുക്കപ്പെടാത്ത ബോഡികളുണ്ട്. ഈ കാണാതെ പോയ ആളുകളുണ്ട്, കാണാതെ പോയ മനുഷ്യരുണ്ട്, മരിച്ചു എന്ന് പോലും ബോധ്യപ്പെടാത്ത. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തമുഖത്തേക്ക് ആംബുലൻസ് എല്ലാവർക്കും കിട്ടിയതുപോലെ ആംബുലൻസുകാർക്കും വിവരം കിട്ടിയിട്ടുണ്ടാവും. ആരും പറയാൻ കാത്തു നിന്നതല്ല. അവരുടെ സേവനം അപ്പോൾ ആവശ്യമുള്ളത് വയനാട്ടിലാണ്. അവർ എല്ലാ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ടാവും. എല്ലാ ഒരു സംഘടനയുമായിട്ട് ബന്ധമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അവർക്ക് മനുഷ്യത്വം മാത്രമേ ഉള്ളൂ. അവരോട് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആരോ പെടുത്തിയതാണ്. അങ്ങനെ നൂറുകണക്കിന് ആംബുലൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ. അവർക്ക് പല ജാതിക്കാർ, പല മതക്കാർ, പല പാർട്ടിക്കാർ, ഒന്നൊരു പാർട്ടിയും ഇല്ലാതെ. എനിക്ക് തോന്നുന്നു ആത്യന്തികമായി അവർക്ക് ഒറ്റ പാർട്ടി ഉണ്ടാവുള്ളൂ. അത് ഹ്യൂമാനിറ്റി ആയിരിക്കും, മനുഷ്യത്വമായിരിക്കും അവരുടെ പാർട്ടി. ഇപ്പോൾ ഗവൺമെൻറ് ആ ദുരന്തമുഖത്ത് നിന്ന് തിരിച്ചറിയാണ് പല ആംബുലൻസ് ഡ്രൈവർമാരുടെയും കണ്ണീര്. പലരും സങ്കടത്തോടെ ഒരാളോട് പറഞ്ഞിട്ട് പുറത്തു പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ നാട്ടിലായിരുന്നപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചെറിയ വരുമാനത്തിൻ്റെ വലിയ പങ്ക് ഇവർ ഏതെങ്കിലും സ്വകാര്യ ബാങ്കുകളിൽ നിന്ന്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ കൊള്ളപ്പലിശയ്ക്ക് വാങ്ങിയതാണ്. ആ പലിശ ഇനത്തിലേക്കായിരിക്കും, ബാങ്കിലെ അടവായിരിക്കും ഇവരുടെ വലിയ വരുമാനം പോകുന്നത്. എങ്കിലും ബാക്കി വന്നതുകൊണ്ട് അവർ ജീവിച്ചിട്ടുണ്ടാവും. ഇപ്രാവശ്യം വരുമാനമില്ല. അവർക്ക് എത്ര ദിവസമായി? ഏതാണ്ട് 8-10 ദിവസമായി അവർ വയനാട്ടിലാണ്. അവർക്ക് വരുമാനമേ ഇല്ല. ഈ കൊള്ളപ്പലിശക്കാരുടെ സ്വഭാവം എന്താണെന്നറിയോ? അവർ മാസത്തിൽ അടക്കാൻ കാത്തു നിൽക്കില്ല. അവർ ഈ വട്ടിയും പിടിച്ചിട്ട് വരും രാവിലെ. വട്ടിപ്പലിശക്കാരാണ്. അവർ വീടുകളിലെത്തിയിട്ട് പോരുമ്പോൾ ഭാര്യയെ ഏൽപ്പിച്ച് പോരും. നമ്മുടെ പലിശക്കാരൻ വന്നാൽ ഇത് കൊടുക്കും. അത് കൊടുക്കാൻ ചെല്ലുമ്പോൾ 1 ദിവസമല്ല 2 ദിവസമല്ല, ചേട്ടൻ വന്നിട്ടില്ല,
ചേട്ടൻ എവിടെയാണ്, ചേട്ടൻ വയനാട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഇവർ 4 ദിവസം 5 ദിവസം വരും. അത് കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ തുടങ്ങും, ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് സഹിക്ക വയ്യാതെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ അവരുടെ സങ്കടം നമ്മുടെ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടാവും. സാറേ, ഞങ്ങൾക്ക് ഇവിടെ മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ വയ്യ, ഞങ്ങളുടെ വീട്ടിൽ ഈ പലിശയുടെ ബുദ്ധിമുട്ട്, ഞങ്ങളുടെ ബാങ്ക് ഇടപാട്, ഞങ്ങളുടെ വായ്പാ സ്ഥാപനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് ഈ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പലിശക്കാരായ സ്വകാര്യ പണമിടപാടുകാരുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഒരു വിവരം ഞെട്ടലോടെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്, പലപ്പോഴും അറിഞ്ഞിട്ടുള്ളതാണ്, അന്നൊന്നും നമ്മൾ ഞെട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് നിൽക്കുന്നവർക്ക് കൂടി ഒരു സമാധാനം കൊടുക്കാതെ അവരെ പോലും മനസമാധാനത്തോടെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ സമ്മതിക്കാതെ ഇത്രത്തോളം ഭീകരന്മാരായി ഇവരൊക്കെ മാറിയിരിക്കുന്നു. ഈ മനുഷ്യത്വമൊക്കെ എവിടെ പോയി എന്നുള്ളത് ഈ ദുരന്തമുഖത്ത് നമ്മൾ കണ്ടതാണ്. മനുഷ്യൻ എത്രത്തോളമാണ് മനുഷ്യന് വേണ്ടി പ്രയത്നിക്കുന്നതെന്ന്. അപ്പോൾ ഒരു കാര്യം തീർച്ചപ്പെടുത്താൻ പറ്റും, അവരിൽ നിന്ന്, ഇത്തരക്കാരിൽ നിന്ന് മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഇന്ന് മന്ത്രി റിയാസ് പറഞ്ഞിട്ടുള്ളത്. അടിയന്തരമായി ഇത്തരം സകലമാന, ഏറ്റവും ചുരുങ്ങിയത് വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആംബുലൻസ് ഡ്രൈവർമാരിൽ എത്ര പേർക്ക് ഇത്തരം ഫൈനാൻസ് ഉണ്ട്, അവരുടെയെങ്കിലും കണക്കെടുത്തിട്ട് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകളുടെ മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിക്കും. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഡോസ് താക്കീത് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ മാസത്തെയെങ്കിലും അവരുടെ അടവ് എഴുതിത്തള്ളുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമെന്നായിരിക്കും പറയുന്നത്. എനിക്ക് അത്രയും കേട്ടപ്പോൾ തോന്നിയത് ആദ്യം ചെയ്യേണ്ടത് അതല്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം ഫണ്ട് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്ന് ചോദിച്ചാൽ അത് ആദ്യം വിനിയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇനം തന്നെയാണ് ഇതും. ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ, അവർക്ക് ഈ മാസത്തെ അടവാണ് ഏറ്റവും ചുരുങ്ങിയത്. ഈ മാസത്തെ അടവ് എത്രയുണ്ടോ അതെങ്കിലും അടക്കാനുള്ള സംവിധാനം നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഈ ധനകാര്യ സ്ഥാപന ഉടമകളുടെ മീറ്റിംഗ് വിളിക്കുകയും അവരോട് അവർ വാങ്ങുന്ന പലിശ എത്രയാണ് ഒന്ന് പരിശോധിക്കാൻ വല്ല വ്യവസ്ഥയുണ്ടോ? നമ്മുടെ രാജ്യത്ത് പരിശോധിക്കേണ്ടതല്ലേ? അവർക്ക് തോന്നുന്ന പലിശയാണോന്ന് അറിയില്ല, പാടില്ല എന്നാണ് വെപ്പ്. അതിനൊക്കെ ധനകാര്യ വകുപ്പിൻ്റെയും നമ്മുടെ ബാങ്കുകളുടെയൊക്കെ റിസർവ് ബാങ്കിൻ്റെ ഒക്കെ നിയന്ത്രണം ഉണ്ട് എന്നാണ് വെപ്പ്. അതനുസരിച്ചാണോ നീങ്ങുന്നത്? പക്ഷേ ഇവരെങ്ങനെ മുതലാക്കുക എന്നറിയോ? പലിശയുടെ ശതമാനം കാണിച്ചത് കുറവായിരിക്കും, പക്ഷേ മറ്റു വക പല വക നോട്ടീസ് അയച്ചത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവങ്ങളുടെ പൈസ പിടുങ്ങിക്കൊണ്ടേയിരിക്കും. ഏതിന്? ഇപ്പോൾ ഒരാളെ അന്വേഷിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അതിൻ്റെ സർവീസ് ചാർജ്, ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചാൽ അതിൻ്റെ, ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കാൻ പരമാവധി 40-50 രൂപയാണ് ചിലവാകുക പരമാവധി, അതിന് 400-500 രൂപ. ഇങ്ങനെ കള്ളക്കണക്കെഴുതിയിട്ട് കൊള്ളപ്പണം ഈടാക്കുന്നതിന് ഏർപ്പാടുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ, അതൊന്നും അവരുടെ ഇടപാടുകൾ സുതാര്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിനോടൊപ്പം ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം വളരെ കൃത്യമായിട്ട് ഇക്കൊല്ലത്തെ രേഖ പരിശോധിക്കണം. ഈ ആംബുലൻസുകളിൽ എത്ര ആംബുലൻസുകൾക്ക് അടവുണ്ട്, ബാങ്ക് അടവ് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പ അടവുണ്ട്. ഈ മാസത്തെയെങ്കിലും അടവ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്ത് അടച്ചു കൊടുത്തിട്ട് ആണ് ഈ ഇടപാട് പറയുന്നതെങ്കിൽ ഗവൺമെന്റിനും കുറച്ചുകൂടി ഉത്തരവാദിത്വം സ്വീകാര്യതയുണ്ട്, വലിയ അംഗീകാരം കിട്ടുകയും ചെയ്യും. അതുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും പരിശോധിക്കണം എന്നുകൂടി നമുക്ക് ഈ സമയത്ത് അവരോട് വളരെ വിനയപൂർവ്വം ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ആവശ്യപ്പെടാം. അത് ABC റിക്വസ്റ്റ് ആയിട്ട് അവർ പരിഗണിക്കട്ടെ. ABC റിക്വസ്റ്റ് ചെയ്യാണ് ഈ ദുരന്തമുഖത്തും അത്രത്തോളം മനുഷ്യത്വം കാണിച്ചവരെ ചേർത്ത് നിർത്താൻ സർക്കാരിന് കഴിയണം എന്നുള്ളത് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു അപേക്ഷ കൂടിയാണ്. അത് പരിഗണിക്കും എന്ന് ഞങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് പറയാനല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.